തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ നിന്ന് ഒരു നേതാവ് കൂടി ബി.ജെ.പിയിലേക്ക്. തിരുവനന്തപുരം നഗരസഭ മുൻ പ്രതിപക്ഷ നേതാവ് മഹേശ്വരൻ നായരാണ് ബി.ജെ.പിയിൽ ചേർന്നത്. കെ കരുണാകരന്റെ വിശ്വസ്തനായിരുന്നു. കോൺഗ്രസിൽ കൈപ്പേറിയ അനുഭവം ഉണ്ടായിട്ടില്ലെന്നും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് അകന്നതെന്നും മഹേശ്വരൻ നായർ പറഞ്ഞു. ഉപാധികളില്ലാതെയാണ് ബി.ജെ.പി പ്രവേശനമെന്നും പ്രതികരിച്ചു. കേരളത്തിലും വേണ്ട വികസന പദ്ധതികൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് ഉണ്ട് എന്ന് കഴിഞ്ഞ 2-3 ദിവസമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതുമാത്രമാണ് ഞാൻ ഈ തീരുമാനമെടുക്കുവാൻ കാരണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ 2-3 ദിവസം സമയം ചോദിച്ചതാണ്. വ്യത്യസ്ത മതവിഭാഗ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തകർ അവരെല്ലാം പറയുന്നത് നമുക്കിപ്രാവശ്യം രാജീവ് ചന്ദ്രശേഖർജിയെ വിജയിപ്പിക്കുക, കൽപ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച അദ്ദേഹത്തിന് വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള കാഴ്ചപ്പാടുണ്ട് എന്ന് എനിക്കും ബോധ്യപ്പെട്ടു. സലീം മാലിക് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, കോൺഗ്രസിൽ നിന്ന് ഒരു നേതാവ് കൂടി ബി.ജെ.പിയിലേക്ക് പോയിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് മാറാൻ പറയുന്നത്? പ്രത്യേകിച്ച് തലസ്ഥാനത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി വിവിധ നേതാക്കൾ ബി.ജെ.പിയിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അതിന്റെ ഏറ്റവും ഒടുവിൽ ആണ് ബി.ജെ.പിയിലേക്ക് കെ കരുണാകരന്റെ വിശ്വസ്തൻ ആയ മുൻ നഗരസഭാ പ്രതിപക്ഷ നേതാവായ മഹേശ്വരൻ നായർ ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് ചേർന്നിരിക്കുന്നത്. ഇദ്ദേഹം കെ.പി.സി.സി എക്സിക്യൂട്ടീവ് അംഗം കൂടിയായിരുന്നു. പത്മജ വേണുഗോപാലും പത്മിനി തോമസിനും പിന്നാലെയാണ് കോൺഗ്രസിന് ഇത്തരത്തിൽ മഹേശ്വരൻ നായർ കൂടി ഒരു വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് പാർട്ടി മാറ്റം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വർഷങ്ങളായുള്ള കോൺഗ്രസ് ബന്ധമാണ് ഇദ്ദേഹം അവസാനിപ്പിച്ചത്. മാത്രമല്ല, ഈ നഗരസഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉൾപ്പെടെ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസിന്റെ മുഖമായി ഏറെക്കാലം നിന്നിരുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം കൈപ്പേറിയ അനുഭവങ്ങൾ കൊണ്ടല്ല താൻ പാർട്ടി വിടുന്നത് എന്നാണ് ഈ പാർട്ടി മാറ്റത്തിനോട് മഹേശ്വരൻ നായർ പ്രതികരിച്ചത്. 4 വർഷത്തിലധികമായി കോൺഗ്രസിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് അകൽച്ച. മാത്രമല്ല, സ്ഥാനമാനങ്ങളോ ഉപാധികളോ ഇല്ലാതെയാണ് ബി.ജെ.പിയിലേക്ക് വന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ ദീർഘവീക്ഷണത്തോടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയാണ് ബി.ജെ.പിയിലേക്ക് എത്തിയത്. മാസ്റ്റർ പ്ലാൻ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ നഗരസഭയിൽ നടന്നിട്ടില്ല. അത് നടത്തണമെങ്കിൽ ബി.ജെ.പി അധികാരത്തിലേക്ക് വരേണ്ട സാഹചര്യമുണ്ട്. അതെല്ലാം ദീർഘവീക്ഷണത്തോടെ പരിഹരിക്കാൻ ബി.ജെ.പിക്കും രാജീവ് ചന്ദ്രശേഖരനും കഴിയും എന്ന ഉറപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ബി.ജെ.പിയിലേക്ക് വന്നത് എന്നുകൂടിയാണ് മഹേശ്വരൻ നായർ പറയുന്നത്. വീണ, തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.